സ്കൂളിലെ രാവിലത്തെ ഈശ്വര പ്രാർത്ഥനയും വൈകുന്നേരത്തെ ദേശീയ ഗാനം പാടൽ ഇന്നും ഉണ്ടായിരുന്ന കാലമാണ്. അപ്പം നമ്മളാണ് ആ ടീമിൽ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ശബ്ദത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിരുന്ന അഭിപ്രായത്തെക്കുറിച്ചൊക്കെ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. നമ്മൾ ഫുൾ സ്വിങ്ങിൽ നമ്മൾ ശബ്ദത്തിൻ്റെ പിന്നാലെയായിരുന്നു. പിന്നെ പനച്ചിക്കാട് അമ്പലത്തിൽ മറ്റേ അവിടെ ദക്ഷിണ മൂകാംബിക സംഗീതോത്സവം നടക്കാറുണ്ട് 12 ദിവസം. അപ്പോൾ ഈ 12 ദിവസം അവിടെ കർട്ടൻ വലിച്ചു കെട്ടി ആ മൈക്ക് വെച്ച് പായൊക്കെ ഇട്ട് അവരെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പാട്ട് പാടിക്കുമ്പോൾ ഈ ആ ഒരു ചിലപ്പോൾ 1/2 മണിക്കൂർ 1 മണിക്കൂറായിരിക്കും പ്രോഗ്രാം. 6-7 കീർത്തനങ്ങളും കഴിയുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരാണ് വരെ. അപ്പോൾ അവർക്ക് ആ പാട്ട് മാത്രമായിട്ട് പോയാൽ സുഖമില്ലാന്ന് തോന്നിയിട്ട് മൈക്കുണ്ടല്ലോ കയ്യിൽ. അപ്പോൾ ഇവരുടെ ഇന്ന് എഴുതി വാങ്ങും ഞാൻ, ഏതൊക്കെ ആരുടെ ആ ഭോഗി വർണ്ണം, മുത്തുസ്വാമി ദീക്ഷിത കൃതി എന്നൊക്കെ പറഞ്ഞാൽ എഴുതി വാങ്ങും. എന്നിട്ട് അടുത്തതായി ശ്രീമതി മാതങ്കി സത്യമൂർത്തി അവർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ശ്രീ പുതുപ്പള്ളി ദിവാകരൻ വയലിൻ, ചേർത്തല രാധാകൃഷ്ണൻ മൃദംഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അനൗൺസ് ചെയ്ത് ശീലിച്ചു. അപ്പം തൃക്കൊടിത്താനം ഗോപാലകൃഷ്ണൻ ഘടം എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ, അപ്പോൾ അതൊരു ശീലമായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിത് മോഡുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു ഇത് കൊള്ളാലോ ഈ പരിപാടി എന്ന് പറഞ്ഞു. അതിനൊക്കെ മുമ്പ് അനൗൺസ്മെന്റ് ഉണ്ട്, പക്ഷെ നമ്മളുടെ പോലെ ഇങ്ങനെ പാട്ടുകളെ കുറിച്ചും പിന്നെ നൃത്യങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ചും കഥകളിയെ കുറിച്ചിട്ടും. കഥകളി വിദ്യാർത്ഥി ആയിരുന്നതുകൊണ്ട് അവിടെ കഥകളി നടക്കുമ്പോൾ കഥകളിയുടെ ബ്രീഫിംഗ് ഉണ്ടാവുമല്ലോ, ഈ കഥയാണ് നടക്കുന്നതെന്ന് പറയുന്ന പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഒരു അനൗൺസറായിട്ട് മാറി.